பெற்ற கரிக்கம் சாமுண்டி கோவிலில் பொங்கல் விழா வெகு சிறப்பாக நடைபெற்றது. இங்கு பிரார்த்தனை செய்தால் நிலைக்கும் காரியம் கைகூடும் என்ற நம்பிக்கை காரணமாக லட்சக்கணக்கான பெண்கள் பொங்கலிட்டு அம்மனை வழிபட்டனர். நாள்தோறும் நையாண்டி மேலும் செண்டை மேலும் அலங்கார அணிவகுப்புடன் களை கட்டிய விழாவில் கரிக்கம் சாமுண்டி தேவியின் தங்கரத ஊர்வலமும் வெகு சிறப்பாக நடைபெற்றது. ಪಟ್ಟುಡುತ್ತಮ್ಮ ಚಾಮುಂಡಿಯಾಯಿ ಮಂಗ ಮನಸ್ಸುಗಳೇ ಗುನ್ನು ಪೊಂಗಲ ತಿರುಮಧುರು മകത്തിൽ പിറന്നൊരു മങ്കയമ്മ മനസ്സിൽ ഞങ്ങൾക്കു പുണ്യമമ്മ മകത്തിൽ പിറന്നൊരു മങ്കയമ്മ മനസ്സിൽ ഞങ്ങൾക്കു പുണ്യമമ്മ കരിക്കകത്തമ്മയ്ക്കു പൊന്നും പിറന്നാല് ആടിടാം അടൽ മറന്നു പാടിടാം അമ്മയുണ്ടല്ലോ. താളപ്പൊലി എന്തും താരകൾ താമര താരുപോലെ താളപ്പൊലി എന്തും താരകൾ താമര താരുപോലെ നഭസിൽ വിടർന്ന പുന്താരമമ്മ ദേഹികൾക്കാശ്വാസ ദീപമമ്മ നഭസിൽ വിടർന്ന പുന്താരമമ്മ ദേഹികൾക്കാശ്വാസ ദീപമമ്മ കാലദോഷങ്ങളെല്ലാം അകറ്റണേ കരിക്കകത്തു വാണിഴും ചാമുണ്ടേശ്വരി. താളപ്പൊലി എന്തും താരകൾ താമര താരുപോലെ താളപ്പൊലി എന്തും താരകൾ താമര താരുപോലെ പട്ടുടുത്തമ്മ ചാമുണ്ടിയായി മംഗ മനസ്സുകളേകുന്നു പൊങ്കാല തിരുമധുരം. പട്ടുടുത്തമ്മ ചാമുണ്ടിയായി മംഗ മനസ്സുകളേകുന്നു പൊങ്കല തിരുമധുരം.
ലോകത്തിൽ പിറന്നൊരു മങ്കയമ്മ മനസ്സിൽ. எல்லாருக்கும் வணக்கம். என் பேர் ஹர்ஷா. இப்போ நான் வந்து கேரளாவிலே ஒரு பாப்புலரான கோவில் தான் இன்றைக்கி திருவிழா. இன்றைக்கி இங்கே பொங்காலா. அதனால இப்போ வந்து ஒரு 5 இயர்ஸாக நான் இது கண்டினியூஸாக பொங்கல் இட்டுட்டு தான் இருக்குது. ஆனால் இங்கே வந்து அம்மாவுக்கு இந்த பொங்கலை அர்ப்பித்து அதுக்கப்புறம் வீட்டுக்குள்ளே போகும்போது மனசு மைண்டு ரொம்ப ரிலாக்ஸாக இருக்கும். ஆனால் நெக்ஸ்ட் இயர்க்காக வெயிட் பண்ணிட்டு தான் இருக்கும். நெக்ஸ்ட் இயர் இந்த திருவிழாக்காகத்தான் வெயிட் பண்ணிட்டு இருக்கும். எல்லாரும் தமிழ்நாட்டில் இருக்கிற எல்லாருக்கும் இங்கே வந்து எல்லோரும் இந்த திருவிழாக்கு வரணும். பொங்கலா இப்போது ஆல்மோஸ்ட் பொங்கல் எல்லாம் ரெடி ஆயிடுச்சு. எல்லாருக்கும் திரும்பி நான் ഒരു വണക്കം പോടുறேൻ. താങ്ക് യു. കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള പൊങ്കാലയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 10:15 ക്ഷേത്ര തന്ത്രിമുഖ്യൻ പുലയന്നൂർ അനുജൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ പണ്ടാരയടുപ്പിൽ തീ കൊളുത്തി. അതിനുശേഷം ലക്ഷക്കണക്കിന് സ്ത്രീ ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന പൊങ്കാല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 2:15 ആണ് പൊങ്കാല തർപ്പണം നടത്തുന്നത്. പൊങ്കാല തർപ്പണം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന ഭക്തജനങ്ങൾക്കായി സംസ്ഥാന സർക്കാരും കോർപ്പറേഷനും എല്ലാ സംവിധാനങ്ങളും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കൂടാതെ 17-18 തീയതികളിൽ നടന്ന പുറത്തെഴുന്നള്ളിപ്പിനും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുകയുണ്ടായി. എന്തുകൊണ്ടും ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം വളരെ ഗംഭീരമായി ആഘോഷിക്കാൻ സാധിച്ചത് ദേവിയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്.